ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഹൈബ്രിഡോമ ടെക്നോളജി, ഇറ്റ്സ് ടെക്നിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഈ വിഷയത്തെ സംബന്ധിച്ചാണ്. എന്താണ് ഹൈബ്രിഡോമ ടെക്നോളജി? ഹൈബ്രിഡോമ ടെക്നോളജി ഈസ് എ മെത്തേഡ് ഫോർ പ്രൊഡ്യൂസിങ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, identical antibodies that are highly specific to a single epitope on an antigen. ഒരു പ്രത്യേക വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗണത്തിൽ വരുന്ന ആൻറ്റിബോഡികളെ ധാരാളമായി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് പറയുന്നത്. ദിസ് ടെക്നോളജി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ സീസർ മിൽസ്റ്റൺ ആൻഡ് ജോർജ് കോളർ ഇൻ 1975 and has since become a fundamental tool in various fields of research, diagnostics and therapeutics. 1975 സീസർ മിൽസ്റ്റണും ജോർജ് കോളറും ചേർന്നിട്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുന്നത്. ഈ ഹൈബ്രിഡോമ ടെക്നോളജി എന്നത് ഇപ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള ആൻറ്റിജനുകൾക്കെതിരെ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടെക്നിക്സ്, അതായത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് പല പല സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ എന്നതാണ്. ദ പ്രോസസ് ബിഗിൻസ് വിത്ത് ദ ഇമ്മ്യൂണൈസേഷൻ ഓഫ് എ മൗസ്. ഹൈബ്രിഡോമ ടെക്നോളജിയുടെ പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെ മൗസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഏത് ജീവിയിലാണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ജീവിയിലേക്ക് നമ്മളുടെ ആൻറ്റിജനെ ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനകത്തേക്ക് കുത്തിവെക്കുന്നു. ദ ആൻറ്റിജൻ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ട്രിഗർ ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ലീഡിങ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. അങ്ങനെ മൗസിനെ പോലെയുള്ള ഒരു ജീവിയിൽ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗാണുവിനെ കുത്തിവെക്കുമ്പോൾ ആ രോഗാണുവിന് എതിരെ ആ ജീവിയിൽ ബി സെല്ലുകൾ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ബി സെൽ ഐസൊലേഷനാണ്. ആഫ്റ്റർ ഇമ്മ്യൂണൈസേഷൻ സ്പ്ലീൻ സെൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഇമ്മ്യൂണൈസ്ഡ് ആനിമൽ. ബി സെൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്. നമ്മൾ ഏത് ആൻറ്റിജനെയാണ് മൗസിൽ കുത്തിവെച്ചത് ആ ആൻറ്റിജനെതിരെ മൗസിൽ ബി സെല്ലുകൾ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഈ ബി സെല്ലുകളുടെ സാന്നിധ്യം സ്പ്ലീനിലും രക്തത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് സ്പ്ലീൻ എന്ന അവയവത്തിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസയർ ആയിട്ടുള്ള നമ്മളുടെ മൗസിൽ കുത്തിവെച്ച ആൻറ്റിജനെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളുടെ ബി സെല്ലുകളുടെ കൂട്ടം അല്ലെങ്കിൽ അത്തരം സെല്ലുകളുടെ മാത്രമായിട്ടുള്ള ഒരു കൂട്ടം സ്പ്ലീനിൽ ഉണ്ടായിരിക്കും. ഈ സ്പ്ലീനിലുള്ള പർട്ടിക്കുലർ ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ബി സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസൊലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ മാത്രമായി വേർതിരിച്ചെടുക്കുന്നു. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സ് ഫ്യൂഷനാണ്, കൂട്ടിച്ചേർക്കലാണ്. ബി സെൽസ് ആർ ഫ്യൂസ്ഡ് വിത്ത് ഇമ്മോർട്ടലൈസ്ഡ് മൈലനോമ സെൽസ്. ഈ മൗസിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത വേർതിരിച്ചെടുത്ത ബി സെല്ലുകളെ മൈലനോമ സെൽസുമായിട്ട്, അതായത് ക്യാൻസർ കോശങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തുന്നു. മൈലനോമ സെൽസ് ആർ ക്യാൻസർ സെൽസ് ദാറ്റ് ക്യാൻ ഡിവൈഡ് ഇൻഡെഫിനിറ്റ്ലി. അതായത് നിരന്തരമായിട്ട് യാതൊരു ധാരണയുമില്ലാതെ അല്ലെങ്കിൽ അനിശ്ചിതമായിട്ട് നിശ്ചയിച്ച ഒരു പീരീഡ് ഇല്ലാതെ നിയന്ത്രണമില്ലാതെ വളരുന്ന കോശങ്ങളാണ് ഇത്തരം മൈലനോമ കോശങ്ങൾ. ദിസ് ഫ്യൂഷൻ ക്രിയേറ്റ്സ് ഹൈബ്രിഡോമ സെൽസ് വിച്ച് ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് പേരൻ്റ് സെൽസ്. ഇങ്ങനെ നമ്മൾ എലിയിൽ നിന്നും വേർതിരിച്ചെടുത്ത ബി സെല്ലുകളും ക്യാൻസർ സെല്ലുകളും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ക്യാൻസർ സെല്ലും ബി സെല്ലും ചേർന്ന ഒരു സംയുക്തം അല്ലെങ്കിൽ ഒരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ രണ്ട് സെല്ലും ചേർന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയും ഈ രണ്ട് സെല്ലിലും പേരൻ്റ് സെൽ, അതായത് ക്യാൻസർ പേരൻ്റ് സെല്ലും ബി സെല്ലും ചേർന്ന രണ്ട് സെല്ലും കൂടെ ചേർന്ന ഹൈബ്രിഡ് സെല്ലുണ്ടാകും. ഈ ഹൈബ്രിഡ് സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കൾച്ചർ ചെയ്യും അല്ലെങ്കിൽ അതിനെ നിയന്ത്രണം ഇല്ലാതെ അനിയന്ത്രിതമായി
നമ്മൾ വളർത്തുന്നു. സെലക്ഷൻ, നാലാമത്തെ പ്രോസസ്സ് സെലക്ഷനാണ്. ദ ഹൈബ്രിഡോമ സെൽസ് ആർ കൾച്ചേർഡ് അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് അലൗ ഓൺലി ഹൈബ്രിഡോമാസ് ടു സർവൈവ്. ഈ കുട്ടിക്കലർത്തിയ കോശങ്ങളെ, അതായത് ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും, എലിയിലാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൻറ്റിജനെ കടത്തിവിടുന്നത്. അതിനെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ബി സെല്ലിനെ സ്പ്ലീനിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. ഈ ഐസൊലേറ്റ് ചെയ്യുന്ന ബി സെല്ലിനെ നമ്മൾ മൈലനോമ സെല്ലുമായിട്ട്, ക്യാൻസർ സെല്ലുമായിട്ട് അല്ലെങ്കിൽ ക്യാൻസർ സെൽ ലൈനുമായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തി ഹൈബ്രിഡ് സെൽസ് ഉണ്ടാകും. ഈ ഹൈബ്രിഡ് സെൽസിൽ നമുക്ക് ഒരേ സമയം ക്യാൻസർ സെല്ലും എലിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ബി സെല്ലും ഉണ്ടായിരിക്കും. ഈ രണ്ടും കൂടി സെല്ലിനെ ചേർന്ന സെല്ലിനെയാണ് നമ്മൾ ഹൈബ്രിഡ് സെൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ഹൈബ്രിഡ് സെൽസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? കൾച്ചർ ചെയ്ത്, അതായത് വളർത്തി അതിനെ മാത്രം വേർതിരിക്കുന്നു. അതാണ് സെലക്ഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമത് സ്ക്രീനിങ് ആണ്. ദ ഹൈബ്രിഡോമസ് ആർ സ്ക്രീൻ ടു ഐഡൻറ്റിഫൈ ക്ലോൺസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് സ്പെസിഫിക് ടു ദ ടാർഗറ്റ് ആൻറ്റിജൻ. അപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡായിട്ടുള്ള ഈ കോശങ്ങൾ ചിത്രത്തിൽ കാണാൻ കഴിയും. ഈ പച്ചയും പിങ്കും കളർന്ന കോശങ്ങളാണ് ഹൈബ്രിഡ് സെൽസ്. ബാക്കി പിങ്ക് കളറിലുള്ളത് ക്യാൻസർ സെൽ ലൈൻ മാത്രമാണ്, അതായത് അത് ക്യാൻസർ സെല്ല് മാത്രമാണ്. അപ്പം പിങ്കും ഗ്രീനും കലർന്ന ഹൈബ്രിഡ് സെൽസിനെ മാത്രം ഈ സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്രീൻ ചെയ്ത് മാറ്റുന്നു. അല്ലെങ്കിൽ അതിനെ മാത്രം ഇപ്പോൾ ഒരേ സമയം ഇവിടെ ക്യാൻസർ കോശത്തോടൊപ്പം ബി സെല്ലും കൂടെ ചേർന്ന ഒരു സംയുക്തമാണ്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാൻസർ സെല്ലിൻ്റെ ഒരു പ്രത്യേകത ഓർത്തിരിക്കണം. ക്യാൻസർ കോശങ്ങൾക്ക് സ്വന്തമായിട്ട് ബി സെല്ലിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല. ബി സെല്ലുകൾ സാധാരണ നമുക്കറിയാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബോൺമാരയിലാണ്. ഈ ബോൺമാരയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബി സെല്ലുകൾ നമ്മൾക്ക് സ്പ്ലീനിൽ വന്നിട്ട്, അല്ലെങ്കിൽ അത് മച്ചുർ ആവുന്നത് തൈമസ് ഗ്ലാൻഡിൽ വെച്ചിട്ടാണ്. അപ്പം തൈമസ് ഗ്ലാൻഡിൽ വെച്ചൊക്കെ മച്ചുറാവുന്ന കോശങ്ങളെ നമ്മൾ ടി സെൽ എന്ന് പറയും. അപ്പം ബോൺമാരയിൽ വെച്ചാണ് എന്ത് ചെയ്യുക? അതൊരു ടോട്ടിപ്പൊട്ടൻസ് സെല്ലായിട്ടാണ് ബോൺമാര അറിയപ്പെടുന്നത്. ആ ബോൺമാരയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങൾ പിന്നീട് രക്തത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യാൻസർ കോശങ്ങൾക്ക് സ്വന്തം നിലയിൽ ബി സെല്ലിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. പക്ഷേ ക്യാൻസർ കോശത്തിനകത്ത് കയറിപ്പറ്റിയ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയ ഹൈബ്രിഡ് സെൽസിന് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പം ക്യാൻസർ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ക്യാൻസർ കോശത്തോട് ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള ബി സെല്ലും എന്ത് ചെയ്യപ്പെടുന്നു? മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. ദിസ് ഈസ് ടിപ്പിക്കലി ഡൺ ത്രൂ വേരിയസ് അസേസ് സച്ച് എസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. ഇങ്ങനെ സ്ക്രീനിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സെൽസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? വേർതിരിച്ചെടുക്കുക. അപ്പം എലൈസ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റ് നടത്തി ആണ് നമ്മൾ ഈ ക്യാൻസർ സെല്ലിനകത്ത് ബി സെല്ലുള്ള സെൽ ലൈൻസിന്, അല്ലെങ്കിൽ സെൽ കൾച്ചറിനെ നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കുന്നത്. അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ പ്രോസസ്സ് ക്ലോണിംഗ് ആണ്. ദ സെലക്റ്റഡ് ഹൈബ്രിഡോമാസ് ആർ then isolated and cloned to ensure a homogeneous population of cells all producing same monoclonal antibody. ഇനി ഈ ഹൈബ്രിഡ് സെൽസിനെ നമ്മൾ എന്ത് ചെയ്തു? സ്ക്രീൻ ചെയ്തെടുത്തു. ഈ സ്ക്രീൻ ചെയ്തെടുത്ത ഹൈബ്രിഡ് സെൽസിനെ നമ്മൾ വളരാൻ അനുവദിക്കുന്നു. കാരണം ഇത് ഒരേ സമയം ക്യാൻസർ കോശങ്ങളാണ്. ആ ക്യാൻസർ കോശങ്ങൾക്കകത്ത് എന്തുകൂടിയുണ്ട്? ബി സെൽ കൂടിയുണ്ട്. അപ്പോൾ ക്ലോണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പർട്ടിക്കുലർ സെൽ ടൈപ്പിനെ മാത്രം എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കുന്ന പ്രോസസ്സാണ്. അതിനെയാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ക്ലോണിങ്ങിൽ ഒരേപോലെയുള്ള ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ബി സെല്ലുകളുടെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത പ്രോസസ്സ് എക്സ്പാൻഷനാണ്. ദ ചൂസൺ ഹൈബ്രിഡോമ ക്ലോൺസ് ആർ കൾച്ചേർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ഇങ്ങനെ ഈ ക്യാൻസർ സെല്ലിനെ നമുക്ക് ആവശ്യമുള്ള അളവിൽ വരെ വളർത്തുകയും ആ വളർത്തി എടുത്തുകൊണ്ട് നമ്മൾ ഈ ബി സെല്ലിൻ്റെ എത്രത്തോളം ഉണ്ടാക്കപ്പെടുന്നു അത്രയും ബി സെല്ലും എന്ത് ചെയ്യും? ആൻറ്റിബോഡീസും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ള സെല്ലുകളാണ്. അപ്പോൾ അങ്ങനെ ഈ ബി സെല്ലുകൾ എന്ത് ചെയ്യപ്പെടുന്നു? ഈ സെൽ ലൈനിനെതിരെ, അല്ലെങ്കിൽ ഈ സെൽ ലൈനാണ്, അല്ലെങ്കിൽ ക്യാൻസർ കോശമാണ്, അതിനെതിരെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുകയും ചെയ്യും? ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആൻറ്റിബോഡിയും
ഉൽപ്പാദിപ്പിക്കുന്ന ബി സെല്ലും ക്യാൻസർ സെല്ലും കൂടെ നമ്മൾ ഒരുമിച്ച് കൾച്ചർ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ബി സെൽ ക്യാൻസർ സെല്ലിനെ ഒരു ആൻറ്റിജനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റിജനായിട്ട് എത്രത്തോളം കോശങ്ങളുണ്ടോ അത്രത്തോളം കോശങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള ബി സെല്ലിൽ നിന്നും ആൻറ്റിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും, ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ക്യാൻസർ സെല്ല് ഉണ്ടാകുമ്പോൾ ഓരോ ക്യാൻസർ സെല്ലിനോടും കൂടിയിരിക്കുന്ന ബി സെല്ലുകൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഈ ക്യാൻസർ കോശങ്ങൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്യാൻസർ കോശത്തിനെതിരെ കോടാനുകോടി ആൻറ്റിബോഡീസ് ഈ ക്യാൻസർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്കിവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ടെക്നിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് ഹാർവെസ്റ്റിംഗ് ആണ്. മലയാളത്തിൽ നമ്മൾ വിളവെടുപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാക്കാണ്. ദ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ ഹാർവെസ്റ്റഡ് ഫ്രം ദ കൾച്ചേർഡ് മീഡിയം, പ്യൂരിഫൈഡ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്. ഇങ്ങനെ ക്യാൻസർ കോശത്തോടൊപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡികൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വേർതിരിച്ചെടുക്കുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ആൻറ്റിബോഡികൾ നമ്മൾ നമ്മൾ എന്ത് ആവശ്യത്തിനാണോ, എന്ത് ക്യാൻസറിനെതിരെയാണോ പ്രതിരോധം തീർക്കേണ്ടത് അത്തരം പേഷ്യൻസിൽ നമ്മൾ ഈ ആൻറ്റിബോഡികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഹൈബ്രിഡോമ ടെക്നോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ക്യാൻസർ കോശങ്ങളോടൊപ്പം ആ ക്യാൻസർ കോശത്തെ പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് ക്യാൻസർ കോശത്തോടൊപ്പം ബി സെല്ലിനെ മിക്സ് ചെയ്ത് നമ്മൾ വളർത്തി കൾച്ചർ ചെയ്ത് നമ്മൾ പിന്നീട് എന്ത് ചെയ്യണം? ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ റിസർച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ഹൈബ്രിഡോമ ഡിറൈവ്ഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ സയൻറ്റിഫിക് റിസർച്ച് ടു സ്റ്റഡി ദ ഫങ്ഷൻസ് ഓഫ് സ്പെസിഫിക് പ്രോട്ടീൻസ്, ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻസ് ഇൻ ടിഷ്യൂസ് ഓർ സെൽസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് വേരിയസ് ബയോളജിക്കൽ പ്രോസസ്സ്. ഒരു പ്രത്യേക ആൻറ്റിജനെ നിരീക്ഷിക്കുവാനും ആ ആൻറ്റിജനെതിരെ പ്രതിരോധം തീർക്കുന്ന ആൻറ്റിബോഡികളെ കണ്ടെത്തുവാനും അങ്ങനെ ഈ ആൻറ്റിബോഡികളും ആൻറ്റിജനുകളും തമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഗവേഷണങ്ങൾ നടത്താനായിട്ട് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്ന ഡയഗ്നോസിസ് എന്ന് പറയുന്ന യൂസാണ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഹൈബ്രിഡോമ ടെക്നോളജി ആർ യൂസ്ഡ് ഇൻ ഡയഗ്നോസ്റ്റിക് അസൈസ് സച്ച് ആസ് എലൈസ, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആൻഡ് ഫ്ലോ കെമിസ്ട്രി. നമുക്ക് ഒരു പ്രത്യേക ആൻറ്റിബോഡിയുടെ സാന്നിധ്യം ശരീരത്തിൽ കണ്ടെത്താനായിട്ട് ഇത്തരം ആൻറ്റിബോഡി, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആൻറ്റിബോഡി ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെതിരെ ആയിരിക്കും എന്ത് ചെയ്യുക? ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ആൻറ്റിജൻ്റെ സാന്നിധ്യം നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പുതിയ തരത്തിലുള്ള ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്യാൻസർ ഉണ്ടാകപ്പെടുന്നുണ്ടെങ്കിൽ ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനായിട്ടുള്ള ആൻറ്റിബോഡികളും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ആൻറ്റിബോഡികളുടെ സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ലേസർ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ നടത്തി നമുക്ക് ഏതെങ്കിലും രോഗം ഒരാളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഹൈബ്രിഡോമ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. They play a crucial role in medical diagnostics by detecting specific biomarkers associated with the diseases. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബയോമാർക്കേഴ്സ്, ബയോളജിക്കലായിട്ടുള്ള ആൻറ്റിജൻസിനെ നശിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ. അങ്ങനെ ആൻറ്റിബോഡിയുടെ സാന്നിധ്യം നമുക്ക് രക്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നത് ഇങ്ങനെ ഹൈബ്രിഡോമ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പറയാം. ഹൈബ്രിഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ബി സെല്ലും ക്യാൻസർ സെല്ലും ചേർന്ന സെല്ലിനെയാണ് ഹൈബ്രിഡ് സെൽസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരം ഹൈബ്രിഡ് സെൽസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡിയുടെ സാന്നിധ്യം തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ടെക്നിക്ക് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തെറാപ്യൂട്ടിക്, അതായത് രോഗപ്രതിരോധ സംവിധാനത്തിൽ അല്ലെങ്കിൽ രോഗം നിർവീര്യമാക്കുന്ന പ്രവർത്തനത്തിൽ ഹൈബ്രിഡോമ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Hybridoma derived monoclonal antibodies are utilized therapeutic applications, particularly in the treatment of cancers. Then autoimmune disease and infectious disease. Example include drugs like rituximab and trastuzumab. നമ്മുടെ മനുഷ്യരിലുണ്ടാകുന്ന ഇത് മാത്രമല്ലാതെ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളിലുണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ആൻറ്റിബോഡികൾ നമുക്ക് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുകയും ഈ ആൻറ്റിബോഡികൾ കൊണ്ട്
നമുക്ക് രോഗപ്രതിരോധ സംവിധാനം തീർക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ ചില മരുന്നുകൾക്കെതിരെ നമുക്ക് പ്രതിരോധം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പം അത്തരം ആൻറ്റിബോഡികൾ നമ്മൾ കണ്ടുപിടിച്ച് മരുന്നിനെതിരെ ഉണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡ്രഗ്സിനെതിരെ ഉണ്ടാക്കപ്പെടുന്ന ആൻറ്റിബോഡികൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അവയുടെ സാന്നിധ്യം കണ്ടെത്തി നമുക്ക് രോഗപ്രതിരോധ സംവിധാനത്തെ ക്രമീകരിക്കാനും നമുക്ക് ഹൈബ്രിഡോമ ടെക്നോളജി ഉപകരിക്കും. Then vaccine production. Monoclonal antibodies can be employed in vaccine development and testing as well as in the purification of viral particles. വാക്സിൻ പ്രൊഡക്ഷൻ, അതായത് ആൻറ്റിബോഡി അടങ്ങിയ വാക്സിനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വൈറൽ പാർട്ടിക്കിൾസ്, വൈറസിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ വൈറൽ പാർട്ടിക്കിൾസിനെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡികളെ ലക്ഷക്കണക്കിനായിട്ട് അല്ലെങ്കിൽ കോടിക്കണക്കിനായിട്ട് നമുക്ക് ഹൈബ്രിഡോമ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ദെൻ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി എന്ന ഫീൽഡിൽ നമ്മൾ ഹൈബ്രിഡോമ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ടു വിഷ്വലൈസ് സ്പെസിഫിക് ആൻറ്റിജൻസ് ഇൻ ടിഷ്യൂ സെക്ഷൻസ്, എയ്ഡിങ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ആൻഡ് റിസർച്ച് ഓൺ ടിഷ്യൂ ബയോളജി. നമ്മൾ ഏതെങ്കിലും ഒരു കോശകലയിൽ അല്ലെങ്കിൽ ശരീരകലയിൽ ആൻറ്റിജൻ്റെ സാന്നിധ്യം കണ്ടെത്താനും ആ ആൻറ്റിജനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിബോഡിയുടെ സാന്നിധ്യം കണ്ടെത്താനും നമുക്ക് ഈ ഹൈബ്രിഡോമ ടെക്നോളജി നമുക്ക് ഉപകാരപ്രദമാണ്. അതായത് ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ആൻറ്റിബോഡിയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് കണ്ടീഷനിലായിരിക്കും നമ്മുടെ ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഹൈബ്രിഡ് കണ്ടീഷനിലുള്ള രോഗാവസ്ഥയിലുള്ള കോശങ്ങളെയും കലകളെയും നമുക്ക് കണ്ടെത്താനായിട്ട് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ്. ദെൻ ഫ്ലോ സൈറ്റോകെമിസ്ട്രി എന്ന മേഖലയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ എസെൻഷ്യൽ ടൂൾ ഇൻ ഫ്ലോ സൈറ്റോകെമിസ്ട്രി ഫോർ അനലൈസിങ് ആൻഡ് സോർട്ടിംഗ് സെൽസ് ബേസ്ഡ് ഓൺ ദ എക്സ്പ്രഷൻ ഓഫ് സ്പെസിഫിക് സർഫസ് മാർക്കേഴ്സ്. ചില സർഫസ് മാർക്കേഴ്സ് ഉണ്ട്, അതായത് ചില കോശങ്ങളെ മാക്രോഫേജസിനും ടി കില്ലർ സെൽസിനുമൊക്കെ തിരിച്ചറിയത്തക്ക രീതിയിൽ മാർക്ക് ചെയ്യുന്ന സംവിധാനം നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തിനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൽ മാർക്കേഴ്സിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ ഹൈബ്രിഡോമ ടെക്നോളജി, സെൽ മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റ് സെല്ലിൻ്റെ, അതായത് ക്യാൻസർ പോലെയുള്ള കോശങ്ങളിൽ അല്ലെങ്കിൽ ബാക്ടീരിയ പോലെയുള്ള ആൻറ്റിജൻസിൻ്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മാക്രോഫേജസിനെ തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ഒരു ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യുന്ന ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സെൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനുമായിട്ടൊക്കെ നമുക്ക് ഈ ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയുമാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡോമ ടെക്നോളജി ടെക്നിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് 7 മാർക്ക് ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും 7 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ചോദ്യമായിട്ട് ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു പാഠഭാഗമാണ് ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി 2 മാർക്ക് ചോദ്യമായിട്ട് വേണമെങ്കിലും എന്താണ് വാട്ട് ഈസ് ഹൈബ്രിഡോമ ടെക്നോളജി, അല്ലെങ്കിൽ വെറും ഹൈബ്രിഡോമ ടെക്നോളജി എന്നൊരു വേർഡ് കൊണ്ട് പോലും നമുക്കൊരു ചോദ്യമായിട്ട് ഇതിനകത്ത് വരാം. അപ്പം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പോൾ 7 മാർക്ക് ചോദ്യമായിട്ടാണ് ഹൈബ്രിഡോമ ടെക്നോളജി ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അതിൻ്റെ പ്രോസസ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എഴുതേണ്ടി വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹൈബ്രിഡ് സെൽസിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ ഹൈബ്രിഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്നത്, കൾച്ചർ ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ പടത്തിൻ്റെ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ സഹായത്താൽ നമുക്ക് വരച്ചുകൂടി ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം അടങ്ങിയ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്, ഹൈബ്രിഡോമ ടെക്നോളജി ടെക്നിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന ഈ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ കോമൺ ക്ലാസ്സിൽ, അതായത് നമ്മൾ ഈ വിഷയം നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. താങ്ക് യു.